യേശു 12 ശിഷ്യന്മാരെ അരികിൽ വിളിച്ചു. ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. യേശു ശിഷ്യന്മാരെ അയച്ചത് ശക്തിയോടും അധികാരത്തോടും കൂടെയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള പോലീസുകാർക്ക് അധികാരമുണ്ട്. അവർ കൈ കാണിക്കുമ്പോൾ വണ്ടി നിൽക്കും. എന്നാൽ ഒരു ചെറിയ സൈക്കിൾ ഇടിച്ചാലും വേണമെങ്കിൽ അവർ മരിച്ചു പോകാം. അവർക്ക് അധികാരമുണ്ടെങ്കിലും ശക്തി ഉണ്ടാകണമെന്നില്ല. എന്നാൽ സർവശക്തനായ ദൈവം തൻ്റെ ശിഷ്യന്മാരെ, തൻ്റെ മക്കളെ അയക്കുമ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾ സകലത്തിൻ്റെ മേലും നിങ്ങൾക്ക് അധികാരവും ശക്തിയും തരുന്നു. അവർക്ക് പവർ ആൻഡ് അതോറിറ്റി ഇത് രണ്ടും കൊടുത്തിട്ടാണ് യേശു കർത്താവ് അവരെ അയച്ചത്. അവർ പോയ സ്ഥലങ്ങളിലൊക്കെ വ്യാധികൾ അവർക്ക് കീഴടങ്ങി, രോഗങ്ങൾ സൗഖ്യമായി, ഭൂതങ്ങൾ വിട്ടുപോയി, ഒരു വലിയ ദൈവപ്രവൃത്തികൾ കാണുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ വീണ്ടും ബൈബിളിൽ വായിക്കുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. പാമ്പുകളും തേളുകളും ശത്രുവിൻ്റെ സകല ബലവും ഒക്കെ സൂചിപ്പിക്കുന്നത് പൈശാചിക സാമ്രാജ്യത്തെയാണ്. പിശാചിൻ്റെ എല്ലാ ശക്തികളുടെ മേലും യേശു കർത്താവ് ഇന്ന് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. പിശാചിൻ്റെ എല്ലാ പരിപാടികളുടെ മേലും അധികാരം തന്നിട്ടുണ്ട്. ഈ പൈശാചിക ലോകവും ഇരുളിൻ്റെ ശക്തികളുമെല്ലാം ദൈവമക്കളുടെ കാലിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് ഇതിൻ്റെ മേലെല്ലാം അധികാരമുള്ളവരാണ് നമ്മൾ. ഇതൊന്നും നമുക്കൊരു ദോഷവും വരുത്തത്തില്ല. ഇന്ന് പിശാചു കൊണ്ടുവരുന്ന എല്ലാ പരിപാടികളുടെ മേലും ജയമെടുക്കുവാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അധികാരമുള്ളവരാണ്, നമ്മൾ ശക്തിയുള്ളവരാണ്. വി ഹാവ് ബീൻ ഗിവൺ ദ പവർ ആൻഡ് അതോറിറ്റി ഓവർ എവരിത്തിങ്. എല്ലാറ്റിൻ്റെ മേലും നമുക്ക് അധികാരമുണ്ട്. രോഗത്തിൻ്റെ മേൽ നമുക്ക് അധികാരമുണ്ട്. പൈശാചിക ആധിപത്യങ്ങളുടെ മേൽ അധികാരമുണ്ട്. നമുക്കെതിരെ വരുന്ന ദുഷ്ടശക്തികളുടെ മേൽ നമുക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുക, നമ്മൾ പരാജയപ്പെട്ടവരല്ല, നമ്മൾ തോറ്റുപോയവരായതില്ല, നമ്മൾ ക്ഷീണിച്ചു പോയവരല്ല, നമ്മൾ ജയിച്ചു മുന്നേറുന്നവരാണ്. ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ ജയത്തിൻ്റെ ഘോഷമാണുള്ളത്, ഉല്ലാസത്തിൻ്റെ ഘോഷമാണ്. പരാജയഭീതിയല്ല, ദുഃഖത്തിൻ്റെ അവസ്ഥകളല്ല, നിരാശകളല്ല, കരച്ചിലല്ല. ജയമാണ് നമ്മുടെ കൂട്ടായ്മകളിലുള്ളത്, നമ്മുടെ ഭവനങ്ങളിലുള്ളത്. അതുകൊണ്ട് വിശ്വസിക്കുക, സകലത്തിൻ്റെ മേലും കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. അധികാരത്തോടും ശക്തിയോടും കൂടെ കർത്താവ് നമ്മളെ അയക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ അത് കാണുവാനായിട്ട് ഇടയായിത്തരട്ടെ. എല്ലാ പരാജയഭീതികളും എല്ലാ ക്ഷീണങ്ങളും ഇന്ന് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യവും സന്തോഷവും സമാധാനവും എല്ലാവരുടെയും ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയായിത്തരട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായി വരുന്നുവെന്ന് പറയുവാനായിട്ട് ഇടയായിത്തരട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ.